ഹലോ ഗൈസ്, ഹേസുവിൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. ആക്ച്വലി എനിക്കൊരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആരോഗ്യം എന്നെ സമ്മതിക്കുന്നില്ല. പാമ്പ് മാളത്തുനിന്ന് തലട്ടോക്കും പോലെ, അല്ലെങ്കിൽ ആമ തോടുന്ന് തലട്ടോക്കും പോലെ എന്നൊക്കെ പറയുമ്പോൾ വല്ലപ്പോഴും ഒന്ന് വന്ന് എന്താന്ന് ഏന്തി നോക്കി പോകുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ഇത് കട്ടേൻ്റെ ഫ്രണ്ടും വൈഫും ആണ് കേട്ടോ. അവൾക്ക് പിറ്റേന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് തലേന്നേ വന്നതാണ്. പിന്നെ നമ്മുടെ കണ്ണപ്പനും ദാസപ്പനും ഒക്കെ ഇവിടെയുണ്ട്. എല്ലാവരും നല്ല ഹെവി പണിയിലാണ് കേട്ടോ. ദിപ്പോളാണ് അവൾ നമ്മുടെ ക്യാമറ കാണുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഭാവങ്ങൾ മിന്നി മാഞ്ഞുകൊണ്ടേയിരിക്കും. അതാ കണ്ടോ, എന്തൊക്കെയോ കുട്ടിയൊക്കൊന്നും വയ്യ കേട്ടോ. പണിയെടുത്ത് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ ഷിഫ്റ്റ് ഡ്യൂട്ടിയിലാണ് ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മുറ്റമൊക്കെ കഴുകി വൃത്തിയാക്കാണ്. പിറ്റേന്നാണ്, അതായത് പിറന്നാളിൻ്റെ അന്ന് രാവിലെയാണ് നമ്മളെ ഡെക്കറേഷൻ്റെ ആൾക്കാരൊക്കെ വരിക. അപ്പോഴത്തേക്കൊക്കെ ഇതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഞാനിങ്ങനെ പാറി പറന്ന് വായിട്ടലച്ച് നടക്കുന്ന ഞാനാണ്. പക്ഷേ എനിക്കതിനുള്ളൊരു ആവതില്ലായിരുന്നു. ഉള്ള ആവത് വെച്ച് ടീറ്റിങ്ങളടുത്തൊക്കെ എത്തിപ്പെടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല ഞാൻ, ഇതല്ല ഞാൻ എന്ന് പറഞ്ഞ പോലെയായിരുന്നു. എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തോന്നും കിടക്കണം, പോയി കിടക്കും. കുറച്ച് നേരം കിടക്കുമ്പോൾ തോന്നുമില്ല ശരിയാവില്ല, എണീറ്റ് നടക്കണം, സ്റ്റിച്ചിൻ്റെ ആയിരുന്നൊക്കെ വേദന, പിന്നെ എണീറ്റ് നടക്കും. ഇങ്ങനെയൊക്കെ കൂടെ ഒരു റൊട്ടേറ്ററി ഒരു എഫക്റ്റിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് അപ്പോൾ ഹേസുമേനെ കയ്യിൽ കിട്ടിയതാ. ഹേസു ഞാനും കൂടി ഇരിക്കുകയാണ്. പക്ഷേ ഹേസുവിൻ്റെ ഒരു സ്പെഷ്യൽ ചിരി ഉണ്ടായിരുന്നു ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്ലിപ്പ് എന്തായാലും നിങ്ങളെയും കാണിക്കാമെന്ന്. ഇവളെ മടിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കാം എന്നല്ലാതെ എടുത്തോണ്ട് നടക്കലോ അല്ലെ എടുത്തൊന്ന് നിൽക്കാനോ ഉള്ള അവതിപ്പം സത്യം പറയുകയാണെങ്കിൽ എനിക്കില്ല. പിന്നെ ഇവിടെ എന്താ കാണുന്നറിയോ, അച്ഛൻ്റെ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, ചെറിയൊരു കീറലേ ഉണ്ടായിരുന്നുള്ളൂ. വലിച്ച് കീറി, കാരണം അല്ലെങ്കിൽ അച്ഛൻ അത് എടുത്തിടും എന്ന് പറഞ്ഞിട്ട് വലിച്ച് കീറി. ആ രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിറന്നാൾ കുട്ടിയും വല്യമ്മയും കൂടെ ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ഓൾ ഈ കാര്യത്തിൽ ഇന്ന പോലെയാണ് കേട്ടോ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്, വർത്താനും കളിയും ചിരിയൊക്കെയാണ്. ഓളെ റീൽസ് തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡാൻസൊക്കെ കളിച്ച് വീഡിയോ ഒക്കെ എടുക്കും. എന്നിട്ട് അതൊക്കെ കണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുറ്റം ഏകദേശം കഴുകി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വിദ്യേച്ചിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ എല്ലാവരും വരുമ്പോൾ അതൊരു പ്രത്യേക രസമാണല്ലേ. പക്ഷെ അതൊന്നും ഇത്തവണ എനിക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ ഞാൻ ഇങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഈറ്റിങ്ങൾ അവിടെ പോകാൻ വിടാതെ കട്ടേൻ്റെ പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെ ഒരുവിധം കുട്ടികൾ ഓടിപ്പോയിട്ടുണ്ട്. മുറ്റം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ മെല്ലെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഈ ഒരു സംഭവം ഇടണം, സോഫ കവർ ഇടണം. പക്ഷേ ഈ ജമ്പനും തുമ്പനും ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് എന്നത്തെ ചാതനോ എന്ന് പറഞ്ഞിട്ടാണ് നോക്കണത് കേട്ടോ. അപ്പോൾ ഇതിന് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ആരല്ലേ ഞാൻ. എൻ്റെ ബുദ്ധി പിന്നെ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ടു. പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി പച്ചക്കറി അരിയലായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അവിടെ ഇരുന്ന് ചെയ്തു. അങ്ങനെ ഞങ്ങളിത് പച്ചക്കറിയൊക്കെ അരിയാണ് പിറ്റേന്നത്തേക്ക്. ഇല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഇതെല്ലാം കൂടെ സെറ്റായിട്ട് നമുക്ക് ഒന്നും നടക്കൂല. കുറച്ച് ആൾക്കാരൊക്കെ എന്തായാലും ഉച്ചത്തേക്കും ഉണ്ടാവുമല്ലോ നാളെ. അതുകൊണ്ട് തന്നെ കുറച്ചധികം പച്ചക്കറികൾ അരിയാനുണ്ടായിരുന്നു. അപ്പോൾ അശ്വിനിക്കാണെങ്കിൽ ഒരു പനിക്കോളൊക്കെ ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പനിക്കുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും അലർജിക് ആയിട്ടുണ്ട് കുട്ടിയും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബ്ലാക്ക് സ്ക്വാഡ് വന്നിട്ടുണ്ട്. അതായത് കട്ടേൻ്റെ ഫ്രണ്ട്സാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.